കോങ്ങാട് കടമ്പഴിപ്പുറത്ത് കവുങ്ങിൻതോട്ടം വെട്ടി നശിപ്പിച്ചു. ആലങ്ങാട് ആലമ്പാറ കിണറ്റിങ്ങൽ സുലൈമാന്റെയും പാറയ്ക്കൽ സൗദ ഷഫീബിന്റെയും കവുങ്ങുകളാണ് വെട്ടി നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സാമൂഹ്യവിരുദ്ധർ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കവുങ്ങിൻതോട്ടം വെട്ടി നശിപ്പിച്ചത്. ശ്രീകൃഷ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തോട്ടത്തിലെ വാഴകൾ നശിപ്പിക്കാതെ കവുങ്ങുകൾ മാത്രം വെട്ടിയിരിക്കുകയാണ്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ആരാ ചെയ്ത് എന്താ ചെയ്തെന്ന് നമുക്ക് ഒന്നും അറിയില്ല. ഞാൻ സുഖമില്ലാതായിക്ക് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാനേ കഴിയുള്ളൂ. സുഖമില്ലാത്ത ആളാണേ. അപ്പോൾ ഞാൻ ഇന്നലെ 8 മണിക്ക് ശേഷമാണ് നാട്ടുകാർ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ അറിയണത് തന്നെ. എന്നിട്ടാണ് വന്നത്. ഞാൻ 2-3 വട്ടം വന്നപ്പോഴേക്ക് എനിക്ക് അങ്ങോട്ട് വീട്ടിൽ പോകാൻ ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ പോയത്. പറഞ്ഞാൽ തീരാത്ത നഷ്ടം ഇതിലുണ്ട്. 5 ലക്ഷത്തിൻ്റെ മീതെ ഇതിൽ ഞാൻ ഓർമ്മയിലുള്ളത് കണക്കൂട്ടിയപ്പോൾ അതിൽ മീതെ ഇതിൽ ചിലവാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഇവൻ്റെ ഒരു അധ്വാനം ഇതിൽ നല്ലുണ്ട്. ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അവൻ ഈ പ്രായത്തിൽ ചെയ്യണമെങ്കിൽ ഞങ്ങളതിൻ്റെ ആത്മാർത്ഥത എന്തായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയണുള്ളൂ. പിന്നെ എൻ്റെ 4 വയസ്സായ ഒരു കുട്ടിയുടെ ഒരു 4 കൊല്ലം ജനിച്ചിട്ട് ഒരു കൊല്ലം ഞാൻ എൻ്റെ ഒപ്പം ഫുൾ ടൈം ഇരുത്തിയിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ആ കുട്ടി ഒറ്റയ്ക്ക് ഉമ്മല്ലാതെ അവിടെ ഇരിക്കും. ഞാൻ ഇവിടെ വന്നിട്ട് ഓരോ പണി ചെയ്യും. ആ കുട്ടിയുടെ 3 വർഷം, എൻ്റെ 2ാമത്തെ കുട്ടിയുടെ 3 വർഷം വരെ പഠനം ഇതും എല്ലാം കൂടി കൊണ്ടു കിടക്കുക. എൻ്റെ ഒരു മാനസികാവസ്ഥ, എൻ്റെ അത്രയും വർഷത്തെ അധ്വാനം ഇതൊക്കെ എനിക്ക് നഷ്ടമാണ്. പിന്നെ മാനസികമായി ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. രാത്രി എനിക്ക് എൻ്റെ പൊട്ടിപ്പോവും. ഞാൻ രാവിലെ ഉണ്ടാവുമെന്ന് പോലും അറിഞ്ഞിരുന്നില്ല. അത്ര ഇത് ആലോചിക്കും തോറുമാണ് എൻ്റെ കുടുംബത്തിന് വരുന്ന എന്താ സംഭവം. ഇനി എവിടുന്ന് തുടങ്ങണം എന്നും കൂടി അറിയില്ല. വേറെ ഒന്നുമില്ല. ഇതൊന്ന് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ലോൺ അടക്കാൻ. എന്തെങ്കിലും വരുമാനം കിട്ടാറായി എന്നുള്ളൊരു ഇതിലായിരുന്നു. 2 മാസമായി ലോൺ അടച്ചിട്ട്. UTV ന്യൂസ്, പാലക്കാട്.